ഹലോ, അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ്, അടിപൊളി അടപ്രഥമൻ വീഡിയോ ആണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനായിട്ട് ആദ്യം 3 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടോ. ഇതൊരു 3/4 കിലോ ശർക്കര ഇതിനായിട്ട് എടുത്തു. ഏകദേശം ഒരു 400 ഗ്രാമോളം അടയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടുട്ടോ. കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ കുക്കർ ഓഫാക്കിയിട്ട് ഒരു 3/4 മണിക്കൂറോളം അത് അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആയിട്ട് വന്നു, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അട. ഇനി നമ്മളത് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെക്കുക. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മുടെ അട അതിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഉരുക്കി വെച്ച ശർക്കര നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് അട ഒന്ന് മിക്സായി വരണം, ഒന്ന് വറ്റി വരണം കേട്ടോ. നമ്മൾ ഒഴിച്ചതിൻ്റെ ഒരു പകുതിയായിട്ട്, ഒരു ഭാഗമായിട്ട് വറ്റി വരണം. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഇപ്പോൾ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ടൈമിൽ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനി ആ നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് പാകമായിട്ട് വരാനുണ്ട്. ഇതിലേക്ക് ഏലക്കായോ അതുപോലെ തന്നെ ചുക്കുപൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ അതിൻ്റെ ആ റിയൽ ടേസ്റ്റ് ഇല്ലാതാവും കേട്ടോ. ഇത് തേങ്ങയുടെ 2-ാം പാലാണ്. ഇനി 2-ാം പാലിൽ കിടന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം. ഇതിൽ ആ നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമുക്കിങ്ങനെ മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങയുടെ 1-ാം പാലാണ് കേട്ടോ. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കരുത്, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ അടിപൊളി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.